മണിക്കൂട്ടാ അളിയപ്പോ വന്നു. ഞാൻ ഒരു 5 മിനിറ്റായി വന്നു. ഞാനേ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു. അയ്യോ ഇന്ന് കാക്ക മലന്ന് വറക്കം. ഓ ആവശ്യങ്ങൾക്കൊക്കെ ലീവൊക്കെ കിട്ടും. ഓരോന്നായിട്ട് വിളമ്പാം കൊണ്ടുവരാവേ. പിള്ളേരിങ്ങി വന്നില്ലേ? ചോറെടുത്തുണ്ടോ? പിങ്കി എവിടെ? പിങ്കി മോളെ മേളിലായിരിക്കും. നീ എവിടെ പോയിരുന്നു? അവിടെ തന്നെ ഉണ്ടായിരുന്നു. വേണ്ട മാമ, അവള് വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ ഡയറ്റ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അവളെ നിർബന്ധിക്കണ്ട. കുഴപ്പമില്ല മോളെ, നല്ല മീനൊക്കെ ഉള്ളല്ലേ, കഴിക്കും. അവളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ചോറ്. അയ്യോ അയ്യോ, ഫിഷ് ഫ്രൈ ഒക്കെ എവിടെ? എവിടെ എവിടെ? നീ എല്ലാം വറുത്തില്ലേ? ദൈവമേ, ഞാൻ ഈ പാത്രം നിറച്ച് വറുത്ത് വെച്ചാണ്. പിന്നെ മണി ഒന്ന് ശ്രദ്ധിക്കണ്ട, പൂച്ച വല്ലതും തിന്നാണ് പാത്രമൊക്കെ തുറന്നു വെച്ചാണ് നീ. പൂച്ച എടുത്താ പൂച്ച എന്തൊന്ന് അടച്ചു വെച്ച പാത്രം തുറന്നെടുത്ത് കഴിച്ചിട്ട് തിരിച്ചടച്ചു വെച്ചാ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. മാമാ, ഒരു കള്ളിപ്പൂച്ച നേരത്തെ അവിടെ കിടന്ന് കറങ്ങിയത് നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? ഇടി ഭയങ്കരി ഡയറ്റാന്ന് തോന്നി കള്ളം പറഞ്ഞിട്ട് മൊത്തെടുത്തുന്നല്ലേ? പിന്നെ എവിടെ പോയിടേ മീനൊക്കെ? എനിക്കങ്ങനെ അറിയാം. മാർഗമുണ്ട്, ഒരു മാർഗമുണ്ട്, ഞാനിപ്പോ പറഞ്ഞുതരാം. ഇനി അവള് സ്പൂൺ കൊണ്ടെടുത്ത് കയ്യിൽ മണം വരും. അവിടെ കൈ മീനിന്റെ മണമില്ല, പക്ഷെ അളിയൻ പറഞ്ഞ പോലെ സ്പൂൺ കൊണ്ട് എടുത്ത് തിന്നു. അതെ അതെ മോളെ മോശമായി പോയി മോളെ. കൊണ്ട് തിന്നാ എനിക്ക് അറിഞ്ഞൂടാ മാമ. നിനക്ക് എന്നാലും ഡയറ്റാന്ന് പറഞ്ഞ് കള്ളം പറയേണ്ട ആവശ്യം നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ടില്ലേ മാമ? ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയി ഞാൻ 2 വലിയ ചൂര വാങ്ങിച്ചോണ്ട് തരും. മൊത്തം വറുത്ത് നിനക്ക് തരും. നല്ല മീനായിരുന്നു, നല്ല പച്ച മീൻ, ഫ്രഷ്. ഞാൻ നോക്കി വാങ്ങിച്ചോണ്ട് വന്നല്ലേ. നല്ല മീനായിരുന്നു. ഇവള് എടുത്തില്ല എന്ന് പറഞ്ഞാലേ പിന്നെ വേറെ ആരെടുത്ത്? ഇവള് തറപ്പിച്ചല്ലേ പറയുന്നത് എടുത്തില്ലാന്ന്. അല്ല, പൂച്ച എടുത്തിട്ടുണ്ടോ? ഞാനൊന്നുമല്ല. എന്നാലും ഇത്രയും നല്ല മീൻ ഇത്രയും കട്ടെടുത്തോണ്ട് പോയല്ലോ. നല്ല ഫ്രഷ്, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറിയാം. അത് ഞാൻ ഉണ്ടാക്കുമ്പോ ഉപ്പൊക്കെ നോക്കാൻ വേണ്ടി 2 പീസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വെന്തോന്നൊക്കെ നോക്കാൻ വേണ്ടി. ഡയറ്റ് അല്ലായിരുന്നാ? ഞാൻ വേണമെന്ന് വെച്ചാൽ കഴിച്ചല്ലോ. ഉപ്പിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ അറിയണ്ടേ ഉണ്ടോ ഇല്ലെന്ന്. അതൊരു 2-3 എണ്ണമൊക്കെ കഴിച്ചു. 3 കഷ്ണം ഞാനും ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു മാമ, ഒരു 3 കഷ്ണം. അതുകൊണ്ട് അപ്പോഴെങ്ങനെ കിട്ടി, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ ഓരോരുത്തരായിട്ട് പുറത്ത് വരെയാണ്. എത്ര കഷ്ണം എടുത്ത്? ഈ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിൽ പോയായിരുന്നല്ലോ, അപ്പൊ ഒരു 3-4 കഷ്ണം എടുത്ത് നിന്ന് കാണും. അല്ല മണിക്കൂട്ടാ, അളി വെള്ളം കുടിക്കാൻ എത്ര പ്രാവശ്യം പോയി? അത് 4-5 തവണ പോയിക്കാം. ഓക്കേ. അപ്പൊ എല്ലാരും കൂടെ ഇരുന്ന് കഴിച്ചിട്ട് അവസാനം കുറ്റം മുഴുവൻ എനിക്ക് കിട്ടിയല്ലേ? ഇത് ആ കൂടെ 6 കഷ്ണം. എന്തോന്നത്? പാവ എന്നെ എന്തോന്നൊക്കെ പറഞ്ഞ എല്ലാരും കൂടെ. പാവം മോള്. ഇനി വളരെ കുറച്ച് കഷ്ണം ഇതിനകത്തുള്ളൂ. നിങ്ങൾ ചോറൊക്കെ വിളമ്പിക്കോ, പച്ച ചോറ് തിന്നാ മതി കേട്ടല്ല. ഇത്രയും കഷ്ണം ഞാനും എന്റെ അച്ഛനും കൂടെ കഴിച്ചോളാം, ഞങ്ങൾ കഴിച്ചില്ല. അത് തന്നെ. പിന്നെ മണി, ഇങ്ങനെ ഡയറ്റ് ആണെങ്കിലേ നീ മറ്റേ ശ്രീജ ഇല്ലേ, ശ്രീജയെക്കാളും വളരെ പകുതിയാകും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.